ശ്രീ പി എം നിയാസ്, കെവിൻ പീറ്റർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ വേട്ടയാടപ്പെടുന്നത് ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രൈസ്തവരോ മാത്രമല്ല, മുസ്ലിം ജനവിഭാഗം പോലും വേട്ടയാടപ്പെടുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ അങ്ങയുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാം. അത് അങ്ങയുടെ തൊട്ട അയൽപക്ക ജില്ലയായ വയനാട്ടിലാണ്. ഈ വയനാട് ടൗൺ മസ്ജിദിന് നേരെ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുകയാണ്. വയനാട് തവിഞ്ഞാലിലെ 5.77 ഏക്കർ ഭൂമി വഖഫ് സ്വത്താണെന്നാണ് ബോർഡിന്റെ പുതിയ അവകാശവാദം. ഇമാം CV ഹംസ ഫൈസി ഉൾപ്പെടെ 5 കുടുംബങ്ങൾക്ക് വഖഫ് നോട്ടീസ് അയച്ചു. ഇത് അധിക നാളൊന്നും ആയിട്ടില്ല ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ നവംബറിലാണ് ഇത്തരത്തിലൊരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഇത് മുസ്ലിം വേട്ട എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഒതുക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ഇത് സമഗ്രമായി എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. നിങ്ങൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം ജനവിഭാഗം മാത്രമല്ല, മുസ്ലിം ജനവിഭാഗത്തിലെ സാധാരണക്കാർക്ക് കൂടി ഈ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പറയുമ്പോഴാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബില്ലിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ കാസയുടെ പ്രതിനിധിയുടെ രാഷ്ട്രീയം ഒന്നും ഞാനിവിടെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല. മണിപ്പൂരിലെ ഒരു വിഭാഗം ആളുകളെ പൂർണ്ണമായും ഭരണകൂടത്തിൻ്റെ താല്പര്യപ്രകാരം ആക്രമിച്ചപ്പോൾ അവിടെയും ന്യൂനപക്ഷം പീഡനമുണ്ടായി എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ മണിപ്പൂരിൽ നിന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. അവിടെ വർഷങ്ങൾക്ക് ശേഷം അവിടെ അവരുടെ ഫൗണ്ടർ ഡേ എന്ന് പറയുന്ന ദിനം കുക്കി വിഭാഗം അവിടെ ആഘോഷിക്കുകയായിരുന്നു ചെയ്തത്. ആ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കുകയാകാം. ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾക്കും അത് വാർത്തയല്ലായിരിക്കാം. മണിപ്പൂർ പഴയതുപോലെയല്ല. മണിപ്പൂരിലെ സ്ഥിതിഗതികളൊക്കെ ശാന്തമായി തുടങ്ങി. അതിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മോദി വന്നതിന് ശേഷം മാത്രമല്ല മണിപ്പൂരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ അതല്ല, ആ വിഷയമല്ല. താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട് 1.5 കൊല്ലമായി നീലിമ കൈരളിയിലുള്ള കാലത്തും ഇപ്പോഴുള്ള കാലത്തും ഒക്കെ 1.5 കൊല്ലമായി അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു വിഭാഗം ആളുകളെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയും അവിടുത്തെ സഹോദരിമാരെ മണിപ്പൂർ കത്തുന്നത് ആദ്യമായല്ല. മണിപ്പൂരിൽ പതിറ്റാണ്ടുകളായി വംശീയ സംഘർഷമുണ്ട്. നിങ്ങളുടെ എത്ര പ്രധാനമന്ത്രിമാർ അവിടെ പോയിട്ടുണ്ട്? ആ ഒരു കണക്കാദ്യം പറയും. ഒച്ചയെടുത്ത് താങ്കൾ അങ്ങനെ ഒച്ചയെടുത്ത് പറഞ്ഞാലൊന്നും അങ്ങനെ ക്രിസ്ത്യാനികൾ എവിടെ വന്നിരുന്നു ചൂണ്ടിക്കാട്ടിയാൽ ഉടനെ നിങ്ങൾ മണിപ്പൂരും പൊക്കിക്കൊണ്ടുവരും. അത് പരിഹാസ്യമാണ്. കാസയുടെ പ്രതിനിധി അങ്ങയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല. കാരണം അങ്ങും ഞാനും തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ നിന്നും നമ്മൾ രണ്ടുപേരും ഏറ്റുമുട്ടി. അതിൽ നിന്ന് ചോര കുടിക്കാൻ കുറെ കുറുക്കന്മാർ ഇവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ മണിപ്പൂർ നിലപാട് നിങ്ങൾ ഞാൻ പറയട്ടെ താങ്കൾ എത്ര പ്രൊവോക്ക് ചെയ്താലും ഞാൻ ആ പ്രൊവോക്കേഷനിൽ വീഴുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി മണിപ്പൂർ ഉൾപ്പെടെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ പല മേഖലകളിലും ക്രൈസ്തവ സമൂഹത്തിനെതിരായും ക്രൈസ്തവ സഹോദരിമാർക്കെതിരായും അവിടെ ക്രൈസ്തവ വൈദികർക്കെതിരെയും കൊല്ലുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ സ്ഥാപനങ്ങൾ അടിച്ചുപൊളിക്കുകയും ചെയ്തപ്പോൾ അവിടെ ന്യൂനപക്ഷ പീഡനം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് അവിടെ നിലപാടെടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മണിപ്പൂരിലെ സംഘർഷമൊക്കെ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല. ഇവിടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമല്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ ഭരിച്ചിരിക്കുന്ന കാലത്ത് എത്രയോ 3000-ലധികം പേർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് നിങ്ങളുടെ ഏത് പ്രധാനമന്ത്രിയാണ് അവിടെ പോയത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നീലിമ, ഓക്കെ,
നീലിമക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ കണക്കൊക്കെ പറയാം. ഒരു 1.5 കൊല്ലക്കാലം മണിപ്പൂരിൽ ഇങ്ങനെ കത്തിരിഞ്ഞപ്പോ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ ലോകം മുഴുവൻ ചുറ്റി നടന്ന ഒരു സഞ്ചാരിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു വിഷമം ഉണ്ടായപ്പോ ആ വിഷമമുണ്ടായ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ആളുകളെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല.